പിണറായി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ആരെ തമ്മിൽ മനുഷ്യന്മാരായിട്ട് കാണാൻ ആ പാർട്ടിക്ക് അറിഞ്ഞുകൂടാ. കേരളമേ നശിച്ചാണ്. കിട്ടത്തില്ല, ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. മാറ്റം വേണം. സർക്കാർ ജീവനക്കാര് തുടങ്ങിയ ആൾക്കാർ അവർക്ക് അനുകൂലമാണ്. കാര്യം അവർ പറയുന്നത് അവർ ചെയ്യും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കേരളം ആര് പിടിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളം ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ആരെങ്കിലും ഒക്കെ ജയിക്കുമായിരിക്കും. എന്നാലും ഏത് പാർട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന? പിന്നെയും BJP ജയിക്കണം എന്നുണ്ട്. എന്തുകൊണ്ടാണ് BJP ജയിക്കണം എന്ന് പറയുന്നത്? അതെങ്ങനെയാന്ന് ചോദിക്കില്ലേ? അല്ല, അത് പറഞ്ഞ ആൾക്കാർ പറയണ ആ ഒരു രീതിയിൽ മീൻസ് LDFന്റെ ഭരണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് ഒരിക്കലും LDF വരല്ലേ എന്നുണ്ട്. കാരണം LDF വരരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? LDF പിണറായി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? എന്തൊക്കെ കാണിക്കുന്നത്? കാരണം കുറച്ച് മനുഷ്യനല്ലേ അങ്ങേർക്കും എന്തോന്ന് അങ്ങേര് കാണിക്കുന്നത് ഒരുമാതിരി ഭയങ്കര ബ്ലണ്ടേഴ്സ് ആണ് അങ്ങേര് കാണിക്കണം. അങ്ങേരെ കൂടെയുള്ള എല്ലാ പാർട്ടിക്കാരായിരുന്നാലും എങ്ങനെയാണ് ഭരിക്കണം എന്നുള്ള ഐഡിയ ഒന്നും ഇല്ല. ഫുൾ സാധാരണക്കാർക്ക് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ഒരു ഭരണത്തെ കുറിച്ച്. ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് എന്റെ അറിവിൽ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് കൂടുതൽ എല്ലാവർക്കും മോശം അഭിപ്രായമാണ്. ഇപ്പോഴത്തെ ഭരണമേ കൊള്ളൂല. മാറണമെന്നുണ്ട്. കാരണം മാറണം. LDF മാറണം. UDF BJP ആരും വന്നോട്ടെ, പക്ഷെ LDF വരരുതെന്നുണ്ട്. കാരണം വെറുത്ത്. അതോ ഒരു പാർട്ടിയുടെ പ്രശ്നമാണോ അതോ ആ ഒരു നേതാവിന്റെ പ്രശ്നമാണോ? എന്താണ് അതില്? ആ പാർട്ടി തന്നെ വെട്ടും കുത്തും കൊലപാതകവും എന്തോന്ന് മനുഷ്യന്മാരെ തമ്മിൽ മനുഷ്യന്മാരായിട്ട് കാണാൻ ആ പാർട്ടിക്ക് അറിഞ്ഞുകൂടാ. സോ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പൊതുവെ BJPക്കാണ് ഇങ്ങനെ വർഗീയതയും മറ്റു അക്രമങ്ങളും ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ കുറെ ഫോൾട്ടുകളുണ്ട്. ഇപ്പൊ BJPക്ക് ആയിരുന്നാലും ജാതി മതം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ LDFന്റെ അത്ര സംഭവം മനുഷ്യത്വം ഉണ്ട്. ഇപ്പൊ UDFനായിരുന്നാലും BJPക്ക് ആയിരുന്നാലും മനുഷ്യത്വം ഉണ്ട്. ആ മനുഷ്യത്വം ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതാണ് LDFന്. അതുകൊണ്ട് LDF വരരുതെന്നുണ്ട്. എങ്ങനെയെങ്കിലും മാറണം. സഹിക്കബിൾ. അപ്പൊ കേരളം മുഴുവനും UDF BJP നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ രണ്ടിന് ആരെങ്കിലും കൊണ്ടുവെക്കോട്ടെ. അവരെങ്ങനെയെങ്കിലും അതിനെ തത്തിപ്പൊത്തി കൊണ്ടുപോകും. പക്ഷെ LDFന്റെ കയ്യിൽ കിട്ടിയാലും നശിക്കും. ഇനി അങ്ങോട്ടൊന്നും നോക്കണ്ട. കേരളമേ നശിച്ചാണ്. അപ്പൊ മറ്റു പാർട്ടി വരട്ടെ, ജനങ്ങളെ സംരക്ഷിക്കട്ടെ. മറ്റു പാർട്ടി UDF BJP അതിൽ ആരെങ്കിലും വരട്ടെ. വന്നാലും LDF വരരുത് എന്ന ആഗ്രഹമുണ്ട്. വോട്ടിട്ടായിരുന്നോ? ഇട്ടില്ല. എന്തുകൊണ്ടാണ് വോട്ടിടാത്തത്? വോട്ടിട്ടില്ല. ചിലപ്പോ നമ്മൾ വോട്ടിടുന്നത് മീൻസ് നമ്മളിപ്പോ വോട്ടിട്ട് അത് നമുക്ക് തന്നെ നാളെ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിയില്ല എന്നുള്ള ഇത് ഉള്ളതുകൊണ്ട് കിട്ടൂലെന്ന് എനിക്കറിയാം. നമുക്കറിയാം. അതുകൊണ്ട് വെറുതെ എന്തിനാ വോട്ടിട്ട്? അല്ല, കേരളത്തില് നമ്മള് ഒരു ജനപ്രതിനിധി ഒരു ജനാധിപത്യ രാജ്യത്തില് വോട്ടിടാതെ നിൽക്കുന്ന അവര് നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ലേ? ഇല്ല, ഇപ്പൊ ഒരു നഷ്ടവും തോന്നുന്നില്ല. മുമ്പൊക്കെ ഭരിച്ചിരുന്നവരൊക്കെ ഉമ്മൻചാണ്ടി സാർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ടിടാൻ തോന്നും. പക്ഷെ ഇപ്പം വോട്ട് വെറുക്കണ ഒരു സംഭവങ്ങളാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ഇപ്പം വെറുക്കുന്ന രീതിയിലാണ്. അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്ത കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടുന്നത്. അല്ല, മനുഷ്യത്വം ഇല്ലായ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെട്ട് കുത്ത് ഇപ്പൊ തന്നെ കാണിയില്ല എന്റെ പൊന്നോ. അതും പാർട്ടിക്കാരെ ഏറ്റവും കൂടുതൽ ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ വരുന്നത് ഈ പിണറായിയുടെ ഈ പാർട്ടി തന്നെയാണ്. എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പൊ വാർത്തയിലൊക്കെ വരുന്നത്. സോ ഐ ഡോണ്ട് ലൈക്ക് ഈ പാർട്ടി. ഇഷ്ടമല്ല. മൊത്തത്തിൽ പറഞ്ഞ ഒരു ജനദ്രോഹ നടപടികളിലേക്കാണ് ഈ ഇടത് സർക്കാർ പോകുന്നതെന്ന് അഭിപ്രായമുണ്ടോ? ഉണ്ട്. ഒരു പൊതിച്ചോറ് കൊടുത്തിട്ട് ബാക്കി 100 കള്ളത്തനമായിരിക്കും അതിന്റെ പിറകില്. ഒരു പൊതിച്ചോറിന്റെ ആ പൊതിച്ചോറിന്റെ പേരും പറഞ്ഞ് ഭയങ്കരമായിട്ട് നടക്കും. ആ ഒരു പൊതിച്ചോറ് ഒരാൾക്ക് കൊടുക്കും, ഇവിടെ 100 ആൾക്കാരെ ദ്രോഹിക്കും. എന്തിനാണ് വെറുതെ ആ പൊതിച്ചോറ് കൊടുത്തിട്ടുള്ള കാര്യം? ചേട്ടാ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളവും കേന്ദ്രവും ആര് പിടിക്കുന്നതാണ് ചേട്ടന്? കേരളത്തില് മൊത്തത്തിൽ BJP കിട്ടത്തില്ല. കേന്ദ്രത്തിൽ BJP വരുമെന്നാണ് ആഗ്രഹം. ഇപ്പൊ കേന്ദ്രത്തില് പോളിംഗ് ശതമാനമൊക്കെ കുറവാണ് വേനലായതുകൊണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലും കേന്ദ്രം BJP പിടിക്കുമെന്നാണ്. കേരളത്തിൽ എത്ര സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ 2-3 സീറ്റ് കിട്ടാം. 3 സീറ്റ് BJP പിടിക്കും. ബാക്കി എല്ലാ സീറ്റുകളിലും മൊത്തത്തിലൊരു മാറ്റം അനിവാര്യമല്ല. നമുക്ക് 20 സീറ്റും വേറൊരു പാർട്ടിക്ക് ലഭിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. പക്ഷെ എന്ന് വെച്ചാൽ മൊത്തത്തിൽ കിട്ടത്തില്ല. ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്.
ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് മാത്രമല്ല, പിന്നെ അവർ ചെയ്ത വർക്ക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ചില മണ്ഡലങ്ങളിൽ BJP അനുകൂലമായിട്ടുണ്ടാവും, ചില മണ്ഡലങ്ങളിൽ ഇടത്തിന് അനുകൂലമായിട്ടുണ്ടാവും. പക്ഷെ ആര് ജയിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്ന ഒരു ഓർമ്മ ഉണ്ടായിരുന്നാൽ മതി. ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു വോട്ടിംഗ് അനുഭവം ഒക്കെ? എല്ലാ വർഷത്തേക്കാളും ഇവിടെ കേരളത്തിൽ നമുക്ക് പോളിംഗ് ശതമാനം കുറവായിരുന്നല്ലോ. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന്റെ വോട്ടിംഗ് അനുഭവം ഒക്കെ? എൻ്റെ വോട്ടിംഗ് അനുഭവം എനിക്ക് നെടുമ്പാട് മണ്ഡലമാണ്. അപ്പം നല്ല അനുഭവമായിരുന്നു. നേരത്തെ കാട്ടി ഇപ്രാവശ്യം കൂടുതലുണ്ടായിരുന്നു എന്നോണം പറയാം. കഴിഞ്ഞ വർഷത്തെ കാട്ടി കൂടുതൽ മണ്ഡലങ്ങളിൽ കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ പിന്നെ മഴയുടെ സാഹചര്യം ഉണ്ടായതുകൊണ്ട് കുറേ ആൾക്കാർ കുറവുണ്ടായിരുന്നു. പിന്നെ ഏത് പാർട്ടി ജയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളാണ് ജയിപ്പിച്ച് വിടുന്നതെന്നും അവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടിയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായി നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരങ്ങനെയല്ല പറയുന്നത്, അവരെല്ലാ കാര്യം ചെയ്തു തീർത്തു എന്നാണ് പൊതുവെ ഉള്ള. ഇല്ല, ഒരു കാര്യം ചെയ്ത് ഒരു കാര്യം ചെയ്ത് തീർത്തിട്ടില്ല. ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിഴിഞ്ഞം പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഫണ്ട് ഇവിടുത്തെ കാര്യം തന്നെ പറഞ്ഞാൽ മഴയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ വർഷവും മഴ ഉള്ളതാണ്. മഴ തീർന്നതിന് ശേഷം വന്നിട്ട് ഓട വൃത്തിയാക്കണ നല്ലത്. അങ്ങനെ മഴ ഉണ്ടാകാൻ മുന്നേ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ റോഡ് നല്ല കാര്യം തന്നെ മുന്നോട്ട് പോവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. കേരളം ആര് പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? BJP ആയിരിക്കും. പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. കോൺഗ്രസ് BJP ആയിരിക്കും. എന്നാലും പ്രതീക്ഷ ആരിലായിരുന്നു? BJP പ്രതീക്ഷ. ഇപ്പൊ കേന്ദ്രത്തിൽ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രത്തിൽ BJP തന്നെ പിടിക്കും. ഈ വർഷമാണെങ്കിൽ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. കേന്ദ്രത്തിലാണെങ്കിൽ തന്നെ അവിടെ വേനൽക്കാലം ആയതുകൊണ്ട് അധികം ആളുകൾ ആരും വോട്ട് ചെയ്യാൻ വേണ്ടി പോയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലും BJP തന്നെ പിടിക്കുമെന്നാണോ പ്രതീക്ഷ? എന്നാണ് പ്രതീക്ഷ. എങ്ങനെയുണ്ട് ഇവിടുത്തെ നഗരത്തിലെ മറ്റു പാർട്ടിയുടെ ഭരണമൊക്കെ? പാർട്ടിയുടെ ഭരണം അതിൽ തൃപ്തരാണോ? കോൺഗ്രസിന്റെ ഒരു ഭരണത്തിൽ തൃപ്തരാണോ ചേച്ചി? കോൺഗ്രസ് കുഴപ്പമില്ലായിരിക്കാം. പദ്ധതികളും പരിപാടിയും എല്ലാം കൃത്യസമയത്ത് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടോ കോൺഗ്രസിന്? കുറച്ചൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം വേണം. മൊത്തത്തിലും കേരളത്തിനൊരു മാറ്റം വേണം. ചേട്ടാ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളം ആര് പിടിക്കും? BJP പിടിക്കും. ഉറപ്പാണ്? എന്തുകൊണ്ടാണ് BJP പിടിക്കുന്ന പറയുന്നത്? നല്ല ഭരണമാണ്. ഇതുവരെ കേരളത്തില് BJPക്ക് ഭരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല. ഇനി വന്നാലും മാറ്റങ്ങൾ അനിവാര്യമാകുമോ? 100% ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? കോൺഗ്രസിന്റെ ആയാലും ഈ ഒരു ജില്ലക്കകത്തുള്ള ഭരണം എങ്ങനെയാ ചോദിച്ചാ ഇത് ഭരണമെന്ന് പറയാക്കൂലല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത് ഭരണമെന്ന് പറയാക്കൂല. എന്താ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണോ ഭരണം വരുന്നത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല. പല കാര്യത്തിന് പോയാലും അവിടെ പല പ്രശ്നങ്ങളും പൈസകളും എല്ലാം മൊത്തത്തിൽ ടോട്ടല് ഭരണമേ ശരിയല്ല. കേന്ദ്രത്തിൽ ആര് പിടിക്കുമെന്നാണ്? കേന്ദ്രത്തില് BJPക്ക് 100% വരാൻ ചാൻസ്. കേന്ദ്രവും BJP വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഈ വട്ടം BJPക്ക് സാധ്യത കുറവാണെന്നാണ് പൊതുവെ ഉള്ളൊരു അഭിപ്രായം വരുന്നത്. വ്യത്യാസമല്ലേ? ഇലക്ഷൻ നോക്കാം. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കേരളം ആര് പിടിക്കുമെന്നാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? അതിലൊരു സംശയമില്ല. അത് ഇപ്രാവശ്യം കോൺഗ്രസ് തന്നെയായിരിക്കും. BJPക്ക് സീറ്റ് കിട്ടുമോ ഇല്ലയെന്ന് പറയാമോ? BJP തൃശ്ശൂരും തിരുവനന്തപുരമാണ് ഒരു ഡൗട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും ഇല്ല, ഫുൾ കോൺഗ്രസ് ആവാനേ സാധ്യതയുള്ളൂ. ഇല്ല, 20-20 കോൺഗ്രസ് തന്നെ നേടും. കോൺഗ്രസ്. എന്താണ് ഇത്ര ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് എന്ന് പറയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? അല്ല, ഇതിപ്പം നമ്മള് 2 പ്രാവശ്യമായിട്ട് നമ്മള് ജനം അത്രയും മടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും റെസ്പോൺസ് നമുക്ക് അറിയാവുന്നല്ലേ. സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെയോ നമ്മളെ ചേർത്ത് നിർത്താനും നമ്മുടെ കാര്യങ്ങള് നമുക്ക് വേണ്ടി ചെയ്തു തരാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു എന്താ പറയുക ഇലക്ഷനിലൂടെ നമ്മളൊരാൾ തിരഞ്ഞെടുക്കുന്നത്. അതിൽ നിന്ന് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഭരണം പൂർവാധികം നെഗറ്റീവ് എന്നാണോ പറയുന്നത്? അങ്ങനെ പൂർവാധികം എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ആ ഒരു ഇമ്പാക്ട് ഉണ്ട്. എല്ലാവർക്കും ഒരു ഇതുണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളവര് നമ്മൾക്കെതിരെ തിരിയുന്ന ഒരു ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ജീവൻ രക്ഷാപ്രവർത്തനം ആണെങ്കിലും അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതൊന്നും തീരെ അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ.
അപ്പൊ ഈ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ എന്താണ് അവരുടെ വികസന പരിപാടികളും പദ്ധതികളും എല്ലാം പൂർണ്ണ തോതിൽ വിജയകരമായിരുന്നു. തിരുവനന്തപുരത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. അപ്പൊ കേന്ദ്രത്തിൽ ആര് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രത്തിലും NDA വരണം എന്നാണ്. കേന്ദ്രത്തിൽ NDA അല്ല, NDA അല്ല, സോറി, NDA അല്ല, കോൺഗ്രസ് തന്നെ വരുന്നതാണ്. ഇന്ത്യ മുന്നണി കോൺഗ്രസ് വരണം തന്നെയാണ്. അപ്പൊ ഈ വട്ടം UDF ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, കേന്ദ്രത്തിലും തീർച്ചയായും. കേന്ദ്രത്തിൽ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. ഈ വർഷം 6ാം ഘട്ടം കഴിഞ്ഞപ്പോഴും ചൂടായത് കൊണ്ടൊക്കെ കുറവായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് വീണ്ടും BJP വരുമെന്നാണ് പൊതുവെ ഉള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനോട് എന്താണ് അഭിപ്രായം? അവിടുത്തെ കാര്യം പറഞ്ഞ നമുക്ക് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പറഞ്ഞ പോലെ പല തിരിമറികളും ഒക്കെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു, അറിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് തന്നെ വരണം എന്നുള്ളത്. കാരണം ഒരു വർഗീയത നിറഞ്ഞ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള രാഷ്ട്രീയ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രം തന്നെ പയറ്റുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഇത് പല കാര്യത്തിനാണെങ്കിലും നമുക്കത് തീരെ യോജിക്കാൻ പറ്റാത്ത, മാനസികമായിട്ടും ഒരു മനുഷ്യത്വപരമായിട്ടും യോജിക്കാൻ പറ്റാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ട് അവരുടെ ഒരു ഭരണം. അതുകൊണ്ട് കോൺഗ്രസ് ഭരണം നാണായി. ചേട്ടാ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളം ആര് പിടിക്കും? കോൺഗ്രസ് പിടിക്കും. എന്താണ് ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത്? കാരണം ഇവര് ഇടതുപക്ഷത്തിന്റെ ഭരണം കൊള്ളാമെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ അവർ പിന്നോക്കമായിപ്പോയി. അതിന്റെ പേരിൽ മിക്കവാറും വോട്ടുകൾ ഇവർക്ക് അനുകൂലമായിട്ട് പോകും. BJPക്ക് സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പൊതുവെ ഉള്ള ഒരു അഭിപ്രായം. സീറ്റ് ഇവിടെ സംശയമാണ്. എന്നാലും 1-2 സീറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ BJPക്ക് നല്ല ഹോപ്പാണ്. കേന്ദ്രത്തിൽ BJP പിടിക്കുമെന്നാണോ? പിടിക്കും. ആ സംശയമൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹമേ ഉള്ളൂ ഇപ്പം ഈ കേരളം കൊണ്ടുപോയ അദ്ദേഹമേ ഉള്ളൂ ഇപ്പൊ ഒരു കഴിവുള്ള ഒരു വ്യക്തി. ആരാണ്? നരേന്ദ്രമോദിയാണോ? അദ്ദേഹത്തിന്റെ ഭരണമൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കാരണം സാധാരണക്കാർക്ക് ഒരുപാട് അദ്ദേഹം ഗുണം ചെയ്തിട്ടുണ്ട്. ശരിയായി ഞങ്ങളുടെ വഴിയോര കച്ചവടക്കാർക്ക് ലോൺ വരെ 80,000 രൂപ ലോൺ കൊടുത്തിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്കുള്ള പദ്ധതിയായിട്ടാണല്ലേ 80,000 രൂപ ലോൺ? ഇനിയിപ്പോ അത് 3 ലക്ഷമായിട്ട് കൊടുക്കും. ഓരോ ലക്ഷം 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ കൊടുക്കും. അപ്പൊ കേരളത്തിലും നമുക്ക് BJPയെ പ്രതീക്ഷിക്കാൻ ഒരു വകയില്ല. കേരളത്തിൽ BJP പ്രതീക്ഷിക്കാം, പക്ഷെ ഉടനെ ഒന്നും ആവും തോന്നുന്നില്ല. നമ്മുടെ എന്റെ അഭിപ്രായമാണ്. കാര്യം ആളുകൾ ഈ 2 തട്ടിലായി പോയി, കോൺഗ്രസിലും ഇടതുപക്ഷത്തിലായി. അതുകൊണ്ട് മിക്കവാറും അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അവര് നല്ല സ്ട്രെങ്തായിട്ട് വരുവാണ് കേട്ടോ. BJP നല്ല രീതിയിൽ വരുവാണ്. അത് നല്ല പ്രവർത്തനം കൊള്ളാം. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ പ്രശ്നങ്ങൾ, ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ വരുവാണ്. ആ ഒറ്റപ്പെട്ട പ്രശ്നം വെച്ചാണ് ബാക്കിയുള്ള പാർട്ടിക്കാർ അവരെ അടിച്ചമർത്തുന്നത്. അങ്ങനെയാണ്. പൊതുവെ BJP നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നത്. കാര്യം മറ്റുള്ള കംപ്ലൈന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ചില അടിപിടി കേസ് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ റെയർ കേസാണ്. മറ്റത് അങ്ങനെയല്ല. അത് അവര് കുറച്ച് കാര്യമായിട്ടൊക്കെ കൈകാര്യം. അപ്പൊ ഇടതും പറയുന്നുണ്ട് അവർക്ക് 20-20 സീറ്റും ലഭിക്കുമെന്ന്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇടത് അവര് കിട്ടുമായിരുന്നു, പക്ഷെ അവര് ഈ നേരത്തെ വന്ന അതേ രീതി പോയിരുന്നെങ്കിൽ ചിലപ്പോ 20 ചിലപ്പോ കിട്ടുമായിരുന്നു. ഇപ്പൊ കുറെ സാധാരണക്കാരുമായിട്ട് സ്വല്പം അകൽച്ചയാണ്. അവർക്ക് സാധാരണക്കാരെന്ന് പറഞ്ഞ പാവപ്പെട്ടവർക്ക് അവർക്കൊരു പ്രശ്നമല്ല. മുന്നോക്കക്കാർക്കാണ് അവർ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം തട്ടിപ്പ് വെട്ടിപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എത്രയോ തട്ടിപ്പുകൾ എല്ലാ മേഖലയിലും ഉണ്ടത്. പക്ഷെ ആരും പരാതിപ്പെടുന്നില്ല. പരാതിപ്പെട്ടാൽ അത് വരികയും ചെയ്യും. നമ്മൾ പരാതിപ്പെട്ടാലും അവരത് കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ബാങ്കിന്റെ അത്രയ്ക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് പൈസ കിട്ടാനുള്ളതിന്റെ പേരിലാണ് അത് പിടിച്ചത്. അല്ലെങ്കിൽ അതും പിടിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ നല്ലൊരു ആൾക്കാര് ഇവരൊക്കെ കൊടുക്കും, ഈ കോൺഗ്രസിനെ കൊടുക്കും. അടുത്തു തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ഇടതിന് വേറൊരു ഗുണമുണ്ട്. ഈ മുന്നോക്കം, അതായത് പിന്നെ സർക്കാർ ജീവനക്കാര് തുടങ്ങിയ ആൾക്കാർ അവർക്ക് അനുകൂലമാണ്. കാര്യം അവര് പറയുന്നത് അവർ ചെയ്യും. അതുകൊണ്ട് സാധാരണക്കാർക്ക് പറ്റില്ല. അത് യഥാർത്ഥ ഏറ്റവും കൂടുതൽ സാധാരണക്കാരല്ലേ, വെറും പാവപ്പെട്ടവരാണ്, റേഷൻ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ ഈ ഉദാഹരണത്തിന് ഇവര് ഈ കിറ്റ് കൊടുത്തല്ലോ, ആ സമയത്തൊക്കെ അവർക്ക് നല്ല ഇതായിരുന്നു. ഓണക്കിറ്റ് കൊടുത്തിട്ട് അത് നല്ല ഇതായിരുന്നു. പാവപ്പെട്ടവരെ അവർ നോക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പൊ അതെല്ലാം പോയി. ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ ഈ ബാങ്ക് തട്ടിപ്പും മറ്റുള്ള പിന്നെ തട്ടിപ്പുകളൊക്കെ പുറത്ത് വന്നപ്പോഴുണ്ടല്ലോ, ജനങ്ങൾക്ക് മനസ്സിലായി ഇവര് യഥാർത്ഥത്തിൽ ഇത് ഒരു ശരിയായ ഭരണമല്ല. അവരുടെ ആൾക്കാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്.
എന്നൊരു ബോധ്യം. പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു ഭരണം പോലെയാണ്. അതെ, പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ടുള്ളതാണ്. പിന്നെ മറ്റുള്ള ആരും പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, ആളുകൾ അത് പിന്നൊക്കെ നിൽക്കും. അവരെന്നുള്ള ജോലിക്ക് പോകും, എന്തെങ്കിലും കാശ് ഉണ്ടാക്കും, അവർ ദിവസങ്ങൾ കഴിയും എന്നല്ലാതെ അവർക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇവരാര് വന്നാലും തന്നെ ഈ മറ്റു ഗവൺമെന്റ് സർക്കാർ കോൺഗ്രസ് വന്നാലും ഇതിനപ്പുറമായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്മളെ അവരെ പറ്റി കൂടുതൽ വിമർശിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അനുഭവമല്ലേ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ തൊഴിലില്ലായ്മ എത്രയോ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലും ഇവർക്ക് എടുക്കാനുള്ള ഒരു കഴിവുണ്ടായില്ല. റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു, അവരാരെയും കൊടുത്തില്ല. അതും ഈ റാങ്ക് ലിസ്റ്റ് നേരത്തെ കുറഞ്ഞായിരിക്കും. 1000 പേരുണ്ടെങ്കിൽ അതിനൊക്കെ 100 അല്ലെങ്കിൽ 50 പേരെ വരുള്ളൂ. അതിനുപോലും അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ കഴിയാത്തവർക്ക് ഇവരെന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ നമ്മളങ്ങനെ ധരിക്കുന്നുള്ളൂ. പിന്നെ അധ്വാനിക്കുന്നവർ ജീവിക്കും, പൈസ ഉണ്ടാക്കും, കഷ്ടപ്പെടും. അവർക്ക് മെച്ചം അത് തന്നെയായിരിക്കും. കഷ്ടപ്പാടിൽ കൂടി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചേട്ടാ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആര് പിടിക്കും കേരളം? കേരളം ആര് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ശശി തരൂർ ജയിക്കാനുള്ള ചാൻസ്. അപ്പൊ പൊതുവെ 20-20 കോൺഗ്രസ് തന്നെ നേടുമെന്നാണോ? നേടുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ തൃശ്ശൂർ തരൂർ ജയിക്കാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ കുറച്ച് സീറ്റ് അവരെ പിടിക്കും. വേറെ BJP പിടിക്കുവോ? BJP പിടിക്കാൻ വളരെ കുറവാണ്. കാരണം BJP ആയി വരണേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ ആരും പിടിച്ചിട്ടില്ല. BJP വരണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ അത് ഇനി വരും കാലഘട്ടത്തിൽ ചിലപ്പോൾ BJP ഇവിടെ വന്നിരിക്കും. ശശി തരൂരിന്റെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ പദ്ധതികളൊക്കെ പുതിയ പദ്ധതിയൊക്കെ നല്ല ഭരണമായിരുന്നു. പിന്നെ ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നരേന്ദ്രമോദി പാവപ്പെട്ട വഴിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഗവൺമെന്റ് ഇപ്പൊ ഒരു കട അവിടെ വെച്ചിരുന്നു, ഈ വഴിയോര കച്ചവടക്കാർ അവിടെ പോയാൽ കാണാം. ആ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് യാതൊരു ഉപയോഗവും ഇല്ല. ഞങ്ങളിപ്പോ ഈ കടയെ മാറ്റിട്ട് ഫുട്പാത്തിലാണ് ഇരിക്കുന്നത്. കടയപ്പുറത്തുണ്ട്, എനിക്ക് കടപ്പുറത്തുണ്ട്. ആ കടയ്ക്കകത്ത് ഒരു മനുഷ്യനും കയറുന്നില്ല. ആഹാരം കഴിക്കാൻ പോലും എനിക്ക് പൈസ വെക്കുന്നില്ല. അതാണ് ഞാൻ ഇവിടെ കുട വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ആ അവസ്ഥയാണ് ഇപ്പം. അപ്പൊ ഈ വഴിയോര കച്ചവടക്കാർക്ക് ഈ കട വെച്ച് കൊടുത്തിട്ട് എന്ത് ഉപയോഗമുണ്ട്? എന്തെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാവർക്കും കടയുള്ളതാണ്. ഇവിടെ എല്ലാവരും ഫ്രണ്ടിലാണ്, ഇവിടെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരു മനുഷ്യനും കയറില്ല. അത് അങ്ങോട്ട് പോയി നോക്കിയാൽ അറിയാം. ആ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നെടുക്കും. ആ കടയ്ക്കകത്ത് ഒരു മനുഷ്യൻ, എല്ലാ കടയും അടച്ച് പൂട്ടിട്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാ കടയ്ക്കും ബില്ലെഴുതി ഇവര് പൊട്ടിച്ചിരിക്കുകയാണ്, വാടക. ഇപ്പുറ സൈഡില് 1 ലക്ഷം ചില്ലാനും, ഇപ്പുറ സൈഡില് 69,000 എല്ലാം ബില്ലെഴുതി വെച്ചിരിക്കുകയാണ്. കറണ്ട് ബില്ലെല്ലാം ഊരിക്കൊണ്ട്, കാരണം കറണ്ട് അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഊരിക്കൊണ്ട് കയറും. ആ കെട്ടിടങ്ങൾ മൊത്തം ചോരയാണ് അവിടെ. പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ പരാതി കൊടുത്ത്, മേയറെ കണ്ടു, സെക്രട്ടറിയെ കണ്ടു, എല്ലാം കൊടുത്തു. ആരും ഇന്ന് വരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ ചോർന്ന് വലിക്കുകയാണ് അതിനകത്ത്. അതാണ് ഈ വഴിയോര കച്ചവടക്ക് തന്ന ഒരു പദ്ധതി, സ്മാർട്ട് സിറ്റി പദ്ധതി കിട്ടിയ കട. പിന്നെ സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് അവരെ ദ്രോഹിക്കുന്ന പോലുള്ള ഒരു നടപടിയാണല്ലോ. ആ നടപടിയാണ് ഇപ്പൊ അവിടെ കാണിച്ചിരിക്കുന്നത്. ആ കടയ്ക്കകത്ത് ഒരു മനുഷ്യനും കയറുന്നില്ല. ഞങ്ങൾ കടയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? ഞങ്ങൾ വാടക അടയ്ക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം. അതിനകത്ത് ഒരു മനുഷ്യൻ 10 രൂപ സാധനം വാങ്ങി കയറില്ല. ഇപ്പൊ പോയി നോക്കിയ കട ചുവന്ന് ഒലിച്ച് കിടക്കണം. മൊത്തം കടകളെല്ലാം ടാരപ്പ കെട്ടി വെച്ചിരിക്കുക. അതാണ് ഈ പുതിയ കടയുടെ പുതിയ പദ്ധതിയുടെ ഒരു അവസ്ഥ. ആ പറ്റുമെങ്കിൽ അങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കാം. ആ ജനങ്ങൾ അറിയണം. ഞങ്ങൾ ഒരുപാട് ചാനലിലെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്നുവരെ ഒരു ഗുണം വന്നിട്ടില്ല. സർക്കാർ നടപ്പിലാക്കിയാലല്ലേ. നമ്മളിപ്പോ ഈ മഴയത്ത് ഈ വേഗം കൂടെ ഇരിക്കുകയാണ്. അതിനകത്ത് കയറി നിൽക്കാൻ പറ്റൂല. കടയ്ക്കകത്ത് സാധനം വയ്ക്കാൻ പറ്റൂല. മൊത്തം ചുവന്ന് വിളിക്കുകയാണ്. എന്റെ കട വന്ന് നോക്കിയാണ്, എന്റെ സാധനം മൊത്തം നനഞ്ഞിരിക്കുകയാണ്. ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് അറിയിക്കണം. കാരണം നമുക്ക് ഇങ്ങനെ തന്നിട്ട് വരാൻ അതിന് ഉപയോഗമില്ല. നമ്മളിപ്പോ ഇവരിപ്പോ നോട്ടീസ് ഒട്ടിച്ച് ഈ ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ അവരെ കൂട്ടുമെന്ന് പറയണം. കൂട്ടണമെങ്കിൽ അവർ കൂട്ടിക്കൊണ്ട് പോട്ടെ. അല്ല നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ അതിനകത്ത് കൊടുക്കാനില്ല. അതിനകത്ത് കച്ചവടം ഇല്ല. ഞാൻ അങ്ങനെ എന്ത് ചെയ്യും? ഈ ഒരു കുട വിറ്റ് കഴിഞ്ഞാൽ 50 രൂപ ലാഭം കിട്ടും. അത് ഞാൻ ഭക്ഷണം കഴിക്കുമോ, ഞാൻ കറണ്ട് ബില്ല് അടയ്ക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ ഇന്ന് മഴയല്ല, മഴയത്തെ ഈ കുട വിൽക്കുള്ളൂ. ഇന്ന് കൈയിട്ട പോലും പോയില്ല. 100 കുട കൊണ്ട് വെച്ചിട്ട് ഒരു കുട പോലും ഇതുവരെ പോയിട്ടില്ല. ആഹാരം കഴിക്കാൻ പൈസ ഇല്ല. അവസ്ഥയാണ്. പുതിയൊരു സർക്കാർ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറ്റം സംഭവിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ഇങ്ങനെ കറവ് എല്ലാവരും ഇങ്ങനെ പറയണം. പക്ഷെ ആരും ഒരു മാറ്റവും വരുന്നില്ല.
നമുക്ക് ഇങ്ങനെ ഒരു കടയിൽ തന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞ ആ അവസ്ഥയല്ലേ. അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ആര് ജയിക്കും? കേരളത്തില് നമ്മള് രവീന്ദ്രൻ സാർ ജയിക്കും. ഉറപ്പില്ല. തിരുവനന്തപുരത്ത് രവീന്ദ്രനാണോ ജയിക്കാൻ പോകുന്നത്? ഇവിടെ രവീന്ദ്രൻ സാർ ജയിക്കും. ഇടതുപക്ഷം ഇടതുപക്ഷം തന്നെ ജയിക്കും. പിന്നെ നമുക്ക് അവിടെ ഇനിയിപ്പോ ഇവിടെ പറയാൻ പറ്റൂലല്ലോ നമുക്ക്. ഇവിടെ ഡൽഹിയിലെ കാര്യം നമുക്കൊന്നും പറയാം. അവിടെ ആരാ നിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ജയിക്കണമെങ്കിൽ രവീന്ദ്രൻ സാർ തന്നെ ജയിക്കണം. എന്താന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ ഈ നമ്മളെ പിണറായി സർക്കാർ വന്ന പിന്നീടാണ് വഴിയോര കച്ചവടത്തിന് നമ്മളെ ഇരുത്തി നമുക്ക് ഒരു സീറ്റ് തന്നിട്ടുള്ള. വേറെ ആരും തന്നിട്ടില്ല. കോൺഗ്രസ് ഭരണം വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കിപ്പം പോലീസിൽ നിന്ന് ഒരു ശല്യമില്ല. മറ്റേ ഞങ്ങളെ എഴിയടി എന്ന് പറയും. നിന്റെ ബക്കറ്റ അടിച്ചു പൊട്ടിക്കും. സിയോ ഞാൻ ഇവിടെ വന്ന സമയത്ത് പറഞ്ഞാണ് 2011 നിന്റെ ബക്കറ്റൊക്കെ അടിച്ചു പൊട്ടിക്കും. ഇന്ന് ആ ഒരു അനുഭവം നമുക്കില്ല. പിണറായി സർക്കാർ വന്നിട്ട് നമുക്ക് ഈ വഴിയോര കച്ചവടത്തിന് ഏറ്റവും നല്ല ഒരു സഹായം. കേന്ദ്രത്തിൽ നിന്നൊക്കെ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഒരുപാട് പേർക്ക് സഹായമൊക്കെ നേടി കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ടല്ലോ. അത് ശരിയല്ലേ? അത് ശരിയല്ല. ഞാൻ എടുത്തിട്ടില്ല ആ ലോൺ. ഞാൻ വഴിയോര കച്ചവടത്തിന്റെ ലോൺ എടുത്തിട്ടില്ല. അതെടുത്തിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവര് നമുക്കൊരു കട ചെയ്തു തന്നു കേന്ദ്രത്തിൽ നിന്ന്. അത് കോർപ്പറേഷനിലുള്ളവര് അതിനെ ചതിച്ച് എങ്ങനെ? അതിപ്പോ മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല, പിണറായി ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളെ മന്ത്രി അറിയാതെ അത് അവര് പലർക്കും ഇവിടെ കച്ചവടം ചെയ്യാത്തവർക്കാണ് അവിടെ കട കൊടുത്ത് അവര് വിറ്റത്. 3 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് ഇതിലുള്ള യൂണിയൻകാർ വിറ്റിട്ടുണ്ട്. അങ്ങനെയാണ് അത്. പക്ഷെ കെട്ടിയിട്ടിരിക്കുന്നത് ഈ മേശര വലുപ്പം ഇല്ല ആർക്കൊന്നും. എനിക്കും ഉണ്ട്. പക്ഷെ ഞാൻ പൈസ കൊടുത്തിട്ടില്ല, എഗ്രിമെന്റ് ചെയ്തിട്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ഈ കച്ചവടം അവിടെ നടക്കൂല. അവിടെ ചായയും വടയും ഇതൊക്കെ നടക്കുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അവര് ഒരു 2-3 കവർ പാലും മാച്ചിട്ടോണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് ഇതും കൊണ്ട് വെച്ചിട്ടിരുന്ന കച്ചവടം നടക്കൂല മോളെ. അതന്നെ. ഇവിടുത്തെ ശശി തരൂരിന്റെ ഭരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പറായിരുന്നു. നല്ല ഭരണം. അത് നല്ല ഭരണമായിരുന്നു. പിന്നെ അതിൽ നിന്നൊരു മാറ്റം എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്? ആവശ്യപ്പെടണമെന്ന് വെച്ചാൽ നമുക്കത് ഒരുപാട് ഈ പിണറായി സർക്കാർ ഇരുന്ന് എനിക്ക് ആയിട്ട് ഗവൺമെന്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും പലർക്കും പല സഹായം, വീടില്ലാത്തവർക്ക് വീടും സ്ഥലവും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ വലിയ ലോണുകൾ കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം സഹായം അയാൾ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള കാര്യം പിന്നെ ഇപ്പൊ ഈ കൊറോണ സമയത്ത് ഇഷ്ടം പോലെ പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്തി. ഇഷ്ടം പോലെ അരിയും സാധനം മലക്കറി വീടുകളിൽ കൊണ്ടുവന്നതില്ല ചവറ് വാരി ഇട്ട് തരും പോലെയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നുള്ള കാര്യം ഇനി ഇതില് ഈ തെരഞ്ഞെടുപ്പ് ആരെ വകയിലാണ് ആരെ വോട്ടിലാണ് ജയിക്കണമെന്ന് അറിയാം. അതെല്ലാം ദൈവം നിശ്ചയം. കേരളം മുഴുവനും ഇടതുപക്ഷം നേടണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അത് തന്നെ. നമുക്ക് ഒരു സഹായം. ഒരു മാറ്റം വേണ്ട എന്നാണല്ലേ പറയുന്നത്? മാറ്റം വേണ്ട. ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ മോളെ, ഈ കേരളത്തിൽ നിന്ന് ഈ സർക്കാർ മാറിക്കഴിഞ്ഞാൽ കൊള്ളയും കൊലയുമാണ്. അതേ ഉള്ളു ഇവിടെ. അല്ല, ഇപ്പോഴും തന്നെ ഈ സർക്കാരിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനായിട്ടല്ലേ അഴിമതി ആവണത്? പിന്നെ ഭരണത്തിലിരിക്കുന്നവര് പറയണ ഇന്നത് ചെയ്യായി. എന്റെ അടുത്തും പറയില്ലല്ലോ, എന്റെ വീട്ടിലിരിക്കുന്ന മക്കളോടത്തും പറയില്ലല്ലോ. ഭരണക്കാര് പിണറായി സർക്കാർ പറയണ അല്ല, ഇതിലുള്ള മേലധികാരികൾ പറയണ, ഗവൺമെന്റ് ഈ ടാക്ഷൻ പോലീസും അവരൊക്കെ പറഞ്ഞു കൊടുക്കണ ഇന്നത് ചെയ്യുന്നു. അവന്റെയൊക്കെ അഹങ്കാരം കൊണ്ട് ചെയ്യണ. അപ്പൊ അവര് അനുഭവിക്കട്ടു. അപ്പൻ്റെ അമ്മ നമ്മള് മക്കളെ ഉണ്ടാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വേണം നിയന്ത്രിക്കാൻ. ഗവൺമെന്റിനെ ഭരണക്കാരെ പറയരുത്, ആരും പറയരുത്. നമ്മള് ഭരണക്കാരെ പറയരുത്. നമ്മളെ മക്കള് തെറ്റ് ചെയ്യണതിന് അത് ഭരണക്കാരാണ് ചെയ്യണ, അത് സമ്മതിക്കുമോ? അത് സമ്മതിക്കില്ല. ഒരു കാരണവശാലും മോളെ ഭരണക്കാരെ കുറ്റം പറയണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരാഴ്ചക്കകം വരും. ജൂൺ 4 അതിന്റെ ഫലം വരുന്നത്. അപ്പൊ കേരളം ആര് നേടുമെന്നാണ് വിശ്വസിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് ആണെന്ന എന്റെ ഒരു അഭിപ്രായം. 20-20 കമ്മ്യൂണിസ്റ്റ് നേടുമെന്നാണോ? എന്റെ ഒരു ഇത് പറയുക, കണക്കൂട്ടലിൽ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ BJPയും കോൺഗ്രസും എത്ര സീറ്റ് നേടുമെന്നൊരു കണക്ക് കൂട്ടലിൽ
നമുക്ക് പറയാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അപ്പൊ ഒരു മാറ്റം അനിവാര്യമല്ലേ? വീണ്ടും ഇടതുപക്ഷം തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇടതുപക്ഷത്തെ എനിക്ക് ഒരു ഇടതുപക്ഷക്കാരിയാ. പിന്നെ ഇടതുപക്ഷം എന്താ പറയാ, നമുക്ക് കൂടുതലും ഇടതുപക്ഷക്കാരെ കൂടുതലും സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരാഴ്ചക്കകം വരും. ജൂൺ 4 ഫലം പുറത്തു വരുന്നത്. അപ്പൊ കേരളത്തിൽ ആര് നേടും? ആരും നേടിയത് നമുക്ക് ഉപയോഗം, ആരും നേടി നല്ലതാണ്. എന്നാലും നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ ഈ പാർട്ടി വരണമെന്നൊക്കെ ഉള്ളത്? കാരണം ഇവിടെ BJPയും കോൺഗ്രസും വരാറുണ്ട്, മാറി മാറി വരണതാണ്. അപ്പൊ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവര് പറഞ്ഞത് ചെയ്യുന്നു പോകുന്നു. നമ്മൾ ചെയ്യണമെന്ന് പറയാതെ ഇപ്പൊ തന്നെ എത്രയോ പേർക്ക് ഇവിടെ കേരളത്തിൽ ഇവര് ഭരിച്ചിട്ട് നമുക്ക് ജോലിയില്ല, ഒന്നുമില്ലാതെ ഇപ്പൊ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. ഇപ്പം മുമ്പ് റോളിംഗ് ഒക്കെ പൈസ റോളിംഗ് അങ്ങനെ എന്തെങ്കിലും പറയും. ഇപ്പൊ തന്നെ എത്രയോ കടം, വീട്ടിൽ അരി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല. ചുമ്മാ ഇങ്ങനെ തരപ്പാരം നടക്കുന്നു. ജോലി ഉണ്ടെന്ന് ഇപ്പൊ ജോലിക്ക് പോകാനുള്ളേ, അതിന് പോലും ചാൻസ് ഇല്ല. പൈസ ഇല്ല. പൈസ അവർക്ക് ഇപ്പൊ വീട് വെക്കണവർക്ക് വീട് വെക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാനുള്ള പണി കിട്ടുള്ളൂ. പണി കിട്ടിയാൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. അവര് അതിൽ പോലും ആരെങ്കിലും പൈസ റോളിങ് നടക്കണില്ല. ഇപ്പൊ ആരെങ്കിലും പൈസ ഇത്ര ലക്ഷം കോടികളൊക്കെ എവിടെ പോയെന്ന് ആർക്കും ഒന്നും അറിയില്ല. ആരും വീട് വെക്കില്ല. നമ്മളെ പോലുള്ളവർക്ക് പണിയില്ല. അത് തന്നെ ഒരു അവസ്ഥ. അപ്പൊ ആര് ജയിച്ചാലും നമ്മളെ പോലെ പാവപ്പെട്ടവരെ നോക്കണം. കാരണം നമ്മൾ കൂലി വേല അങ്ങനെയൊക്കെ ഉള്ളതാണ്. ജോലി അവർക്ക് എല്ലാ റോളിങ് പൈസപരമായിട്ട് എല്ലാ റോഡിന്റെ ആയാലും എന്തിന്റെ ആയാലും പുരോഗമനമായാലും അവർ നടന്ന നമുക്ക് അതിൽ ജോലി കിട്ടണം. അവർക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് അനുവദിച്ച് നമ്മൾ അതിലൊരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് എല്ലാം കിട്ടിയാൽ മാത്രമേ നമുക്ക് അരി വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇപ്പൊ ആര് വന്നാലും അതൊന്നും നടക്കണമില്ല. ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. അവസ്ഥയിൽ പോയി മോശം. എന്തിനു പറയാ, കടമാഞ്ചി ജീവിക്കുക അങ്ങനെ തന്നെ. അപ്പൊ ഏത് പാർട്ടി ആയാലും വരട്ടെ എന്നാണ്. ഏത് പാർട്ടി വന്നാലും സാധാരണ ജനങ്ങൾക്ക് ഉപയോഗം ഇല്ലെന്നാണ് പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഒരു കണക്കിന് ഉപയോഗം ഇല്ല. എന്തിനാണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തരാൻ പറ്റും. അതിലൊരു കാര്യം എല്ലാ ഉപയോഗം എല്ലാവരും വികസനത്തിന് വേണ്ടി. ഇപ്പൊ പെൻഷൻ പൈസ ഇല്ലാതെ എത്രയോ പേര് ബുദ്ധിമുട്ടുണ്ട്. അവർക്കൊക്കെ ഈ ചിലപ്പോ ജോലിക്കോ കൂലിക്കോ ഒന്നും പോകില്ല. കടം വാങ്ങിക്കാൻ പോലും ആരും കൊടുക്കില്ല പൈസ ആയതുകൊണ്ട്. അപ്പൊ ഈ ഒരു 1500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരു മാസം കാര്യം. ഇപ്പൊ തന്നെ ഒരു ഗുളികയ്ക്ക് തന്നെ ആലോചിക്കും 100-130 രൂപ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കിട്ടണം. ഇതൊന്നും കിട്ടണല്ലോ. ഒരു പരമായിട്ട് ഏതെങ്കിലും പരമായിട്ട് രീതിയിൽ പൈസ വരുന്നുണ്ടോ ആരെങ്കിലും കയ്യിൽ? 10 പൈസ പോലും ഒറ്റ മനുഷ്യരുടെ കയ്യിൽ വരണില്ല. അത് തന്നെ അവസ്ഥയില്ല. പാർട്ടിയിലെല്ലാം ചേരാൻ പോണു. നേതാക്കന്മാരായിട്ടൊക്കെ നിന്ന് വല്ല കിട്ടുമെന്ന് തോന്നുന്നു. അല്ലാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ആര് നേടും എന്നതിനെ കുറിച്ചുള്ള ജനാഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടതും കണ്ടതും. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.